കർത്താവിൻ്റെ ശുശ്രൂഷാ വേളയിൽ യഹൂദ മതപ്രമാണികൾ കർത്താവിന് ചുറ്റും കൂടി അനവധി ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു. അവരെല്ലാം മതവിശ്വാസങ്ങളെ അറിയുന്നവരും അതൊക്കെ അനുഷ്ഠിക്കുന്നവരുമായിരുന്നു. എന്നാൽ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം സത്യം അറിയണമെന്ന ആഗ്രഹം അവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നില്ല. ദൈവഹിതത്തിൽ നിന്നും വളരെയേറെ ദൂരെ നിൽക്കുന്ന കപടഭക്തരാണ് അവരെന്ന് കർത്താവ് പലപ്പോഴും അവരോട് നേരിട്ട് പറയുന്നുമുണ്ട്. അവർ അപ്പോഴൊക്കെ സ്വയം തിരുത്തുവാൻ തയ്യാറാകാതെ കർത്താവിനെ ഉപദ്രവിക്കുന്നതിന് ശ്രമിച്ചു. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നതെന്ന് യേശു അവരോട് പറയുന്നുണ്ട്. ബാല്യം മുതലേ ദൈവവചനം കാണാതെ പഠിച്ചു വെച്ചിട്ടുള്ള മതപ്രമാണികളോടാണ് കർത്താവ് ഇപ്രകാരം സംസാരിക്കുന്നത്. അവർ ബുദ്ധിയിൽ പലതും പഠിച്ചു വെച്ചിട്ടുണ്ട്, എന്നാൽ പൂർണ്ണമായ ദൈവഹിതം എന്തെന്ന് ഹൃദയപൂർവ്വം അന്വേഷിച്ച് അനുസരിക്കുവാൻ അവർ തയ്യാറല്ല. പകരം ദൈവഹിതത്തെ അവർ സ്വന്തം സൗകര്യത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചു പോന്നു. ദൈവവചന സത്യങ്ങളിൽ നിന്ന് വളരെ അകലെയായിരുന്നു മതപ്രമാണികളിൽ ഏറിയ പങ്കും. ഇതിനിടയിൽ ഒരു മതപണ്ഡിതൻ വന്ന് കർത്താവിനോട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏതെന്ന് ചോദിച്ചു. യേശു അവനോട് ഉത്തരം പറയുമ്പോൾ ശാസ്ത്രി അവനോട്, ഗുരു, നീ പറഞ്ഞത് സത്യം തന്നെ. നമ്മുടെ ദൈവമായ കർത്താവ്, ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാട്ടിലും സാരമേറിയത് തന്നെയെന്ന് പറഞ്ഞു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു കണ്ടിട്ട്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. അതെ, ആത്മീയമായ ഉൾക്കാഴ്ചയും സത്യവചനത്തെ അംഗീകരിക്കുവാൻ മനസ്സുമുള്ളവർ സ്വർഗരാജ്യത്തിൽ നിന്നും അകന്നവരല്ല. ഇത് കർത്താവ് പറയുന്നുണ്ട്. ഇന്ന് അനേകരും സ്വർഗവാതിലിന് തൊട്ട് മുമ്പിൽ വരെ എത്തി നിൽപ്പുണ്ട്. എന്നാൽ ദൈവവചനം കേവലം സത്യമെന്ന് ബുദ്ധിയിൽ അംഗീകരിച്ചതുകൊണ്ട് മാത്രം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതിന് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ച് അനുസരിക്കുക തന്നെ വേണം. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞ് പത്രോസ് ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് അനേകർ മാനസാന്തരപ്പെട്ടു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അവരോട് ചേർന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിന് നൽകുന്നതായി കർത്താവ് ഒരിക്കൽ പറഞ്ഞത് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാവുന്നതാണ്. സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ യേശു ക്രിസ്തുവാണ്. അന്നു മുതൽ ഇന്നുവരെയും സുവിശേഷം കേട്ട് വിശ്വസിച്ച് സ്നാനപ്പെടുന്നവരെ കർത്താവ് തൻ്റെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. യേശു വ്യക്തമാക്കുന്നുണ്ട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ ഹൃദയപൂർവ്വം പൂർണ്ണമായി വിശ്വസിക്കുകയും ആ വിശ്വാസം വ്യക്തിപരമായി ഏറ്റുപറയുകയും അത് ജലസ്നാനത്തിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുകയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുകയും തുടർന്ന് ദൈവഹിതപ്രകാരം അനുദിനം വിശുദ്ധിയിൽ വളരുകയും ചെയ്യുന്നു. കൃപയാൽ കർത്താവിനെ തിരിച്ചറിഞ്ഞവർ എല്ലാവരും ദൈവവ്യവസ്ഥ പ്രകാരം ജലസ്നാനത്തിലൂടെ തികച്ചും വ്യക്തിപരമായി ഈ വിശ്വാസം പരസ്യമായി സാക്ഷീകരിച്ചേ മതിയാവൂ. ഈ സ്നാനം തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ മതപൗരോഹിത്യം നടത്തിത്തരുന്ന മാമോദിസ അല്ല എന്ന് തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിനകത്തല്ല പലരും. വളരെ ഗൗരവപൂർവ്വം ഈ കാര്യം മനസ്സിലാക്കുക. പൂർണ്ണമായ അനുസരണത്തിലേക്ക് കടന്നു വരിക. ദൈവം നമ്മെ സഹായിക്കും.